ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാൽക്കാരി പെൺകുട്ടിയെ മരുമകളാക്കിയല്ലോ. ആക്കിയിരുന്നോ? ഒരു പാൽക്കാരി പെൺകുട്ടിയെ തന്റെ മകനെ ഖാസിമിനെ കൊണ്ട് കെട്ടിച്ചിരുന്നോ? 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഏക ആത്മീയ സാമ്രാജ്യത്തെ ഭരിച്ച ഖലീഫ ഉമർ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി നടക്കവേ ഒരു ഉമ്മ പറയുകയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്ക്, മോളെ പാലിൽ വെള്ളം ചേർക്ക് മോളെ. അതൊരു സാമൂഹിക വിപത്താണ്, അതൊരു സാമൂഹിക വിപത്താണ് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ആവശ്യപ്പെടുന്നത്. അപ്പൊ ചെറിയ കുട്ടി പെൺകുട്ടി പറയാണെന്ത്? ഇല്ല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാലിൽ വെള്ളം ചേർക്കുന്നത് വഞ്ചനയാണ് എന്ന് ഉമ്മ. ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നു, മോളെ ആര് കാണാനാണ്? ഉമറില്ലല്ലോ മോളെ, ഇവിടെ ആരും നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സ്വന്തം മകൾ പറയുന്നു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും, ഉമറിന്റെ പട്ടാളം കണ്ടില്ലെങ്കിലും, ഉമറിന്റെ സൈന്യം കണ്ടില്ലെങ്കിലും എല്ലാം അറിയുന്ന ഇന്നഹു അലീമും ബിദാത്തി സുദൂർ ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ആ പതിസ്ഥാനത്തിരിക്കുന്ന എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട്. കണ്ണിന്റെ കെട്ടുനോട്ടത്തെ അറിയുന്ന, ഹൃദയത്തിന്റെ വികാരങ്ങളെ അറിയുന്ന എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഉമ്മ പാലിൽ ഞാൻ വെള്ളം ചേർക്കില്ല. ചെറ്റക്കുടിലെ കുട്ടിയാണ്. അടുത്ത വാചകം ശ്രദ്ധിച്ചോ, ചെറ്റക്കുടിലെ കുട്ടിയാണ്. ഉമർ ബിൻ ഖത്താബ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. കഴിയോ ഒരു MP-ക്ക്, ഒരു MLA-ക്ക്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ചെറ്റക്കുടിലെ പാൽക്കാരി പെൺകുട്ടിയെ സ്വീകരിക്കാൻ? കാരണം ഈ മകൾക്ക് ദീനുണ്ട്. ഉമർ ബിൻ ഖത്താബ് എന്താ ചിന്തിച്ചെന്നറിയോ? അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കി? എന്താ ചിന്തിച്ചേ? പാൽക്കാരി പെൺകുട്ടിയെ എടുത്തപ്പോ എന്താ ചിന്തിച്ചേ? അതായത് പാലിൽ വെള്ളം ചേർക്കാത്ത ഒരു കുട്ടി ചാരിത്രത്തിൽ വെള്ളം ചേർക്കോ? ഭർത്താവിനെ പറ്റിച്ച് വേറൊരു പുരുഷന് ശരീരം കൊടുക്കോ? ഒരിക്കലും ഉണ്ടാവില്ല. അവൾക്ക് ദീനുണ്ട്, ഓളെ മരുമകൻ. മോനെ നിനക്ക് ഞാൻ ദീനുള്ള ഒരു പെണ്ണിനെ, മോനെ ഉമർ ചോദിച്ചത് ഇങ്ങനെയാണ്, മോനെ ആര് കണ്ടാലും ഇല്ലെങ്കിലും രഹസ്യത്തിലും പരസ്യത്തിലും റഹ്മാനായ റബ്ബിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ എന്റെ പൊന്നു മോനെ ഞാൻ നിനക്ക് മണവാട്ടിയാക്കി തരട്ടെയോ? അവൾക്കും നിനക്കും യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് സ്വലഹം മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. ഭാര്യയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാം, ബാപ്പാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാം, മക്കൾക്കൊന്നിച്ച് സ്വർഗ്ഗത്തിൽ പോകാം. ഈ ചിന്ത നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ മോന് പെണ്ണിട്ടും ഉണ്ടായിട്ടുണ്ടോ? സൂറത്ത് റഅദാണ് 13-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വചനം പുതിയത്.